വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് അമേരിക്ക വ്യാപകമായി നടന്നത്. 50 സംസ്ഥാനങ്ങളിലും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പതിനായിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിയിട്ടാണ് ഇത്തരത്തിൽ കടുത്ത രീതിയിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. ഇത്തവണ ട്രംപ് ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം നടക്കുന്ന ഏതാണ്ട് 5ാമത്തെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഏറ്റവും വലിയ ഒരു പ്രതിഷേധം ഇതിനു മുൻപ് അരങ്ങേറിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഈ ട്രംപിൻ്റെ വിവിധ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾ അത് അവസാനിപ്പിക്കണം എന്നുള്ള പേരിലായിരുന്നു ഈ പ്രതിഷേധ സമരങ്ങളെന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ട്രംപിൻ്റെ വിദ്യാഭ്യാസ നയങ്ങൾ, കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഒരു ഇമ്പോസിഷൻസ്, ഫൈനുകൾ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത്, ഇതിനെതിരെയെല്ലാം പ്രതിഷേധമുണ്ടായിരുന്നു. ന്യൂയോർക്ക്, ലോസ് ആഞ്ചലസ് പോലെയുള്ള വലിയ നഗരങ്ങളിലും അതുപോലെ തന്നെ കുഞ്ഞു നഗരങ്ങളിലും ഉൾപ്പെടെ ഈ പ്രതിഷേധ യോഗങ്ങൾ അരങ്ങേറി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2600-ലധികം റാലികളാണ് ഈ അമേരിക്കയിൽ മുഴുവൻ സംഘടിപ്പിച്ചത്. ഇത് അമേരിക്കയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള റാലികളല്ല, പകരം ഇത് ഹേറ്റ് അമേരിക്ക റാലികളാണ് എന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള അംഗങ്ങൾ ഇതിനൊരു വിമർശനമായിട്ട് ഉന്നയിച്ചിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പലതരം സംഘടനകൾ ഈ ഒരു സമരത്തിൻ്റെ ഭാഗമായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സിവിൽ ലിബർട്ടീസ് യൂണിയനാണ് പ്രധാനമായിട്ടും ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇതിനോടൊപ്പം തന്നെ അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ടീച്ചേഴ്സ്, അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ക്യാമ്പയിൻ, ഇൻഡിവിസിബിൾ, അതുപോലെ മൂവ് ഓൺ, പിന്നെ 50-51 എന്ന് പറയുന്ന വിവിധ പ്രസ്ഥാനങ്ങൾ ഈ സമരത്തിൻ്റെ ഭാഗമായി 10,000-കണക്കിന് ജനങ്ങളാണ് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായത്. ഇതിലൊരു രസകരമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് പലതരം ജീവികളുടെ വേഷങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങിയത്. തവളയുടെ രൂപമായിരുന്നു ഒരുപാട് പേർ ധരിച്ചിരുന്നത്. റെസിസ്റ്റൻസിൻ്റെ പ്രതീകമായിട്ടാണ് തവളയുടെ രൂപം ധരിച്ചുകൊണ്ട് ഒരുപാട് പ്രതിഷേധക്കാർ ഇറങ്ങിയത്. അതുപോലെ തന്നെ ട്രംപിൻ്റെ ഈ ഒരു കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ, ഇതിൻ്റെ ഒരു ഭീകരത കാണിക്കാൻ വേണ്ടിയിട്ട് ദിനോസറുകളുടെ രൂപം, അതുപോലെ തന്നെ ഷാർക്കുകളുടെ രൂപം, യൂണിക്കോണുകളുടെ രൂപം, ഇതെല്ലാം ധരിച്ചുകൊണ്ട് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങിയിരുന്നു. ട്രംപിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഒരു കോലങ്ങൾ, അത് രസകരമായിട്ടുള്ള രീതിയിൽ കാർട്ടൂണുകളായിട്ടും എല്ലാം തന്നെ അണിയിച്ചുകൊണ്ട് ആളുകൾ പ്രതിഷേധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നോ കിങ്സ് എന്ന പേരിലാണ് ഈ പ്രതിഷേധങ്ങൾ അരങ്ങേറിയതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് അമേരിക്കയിൽ രാജാക്കന്മാർ വേണ്ട എന്നാണ് ഈ പ്രതിഷേധക്കാർ ഉയർത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത്.